മനസ്സിനൊരു വല്ലാത്ത തൃപ്തി തന്നെയാണ്. അള്ളാഹു അതും സ്വീകരിക്കുമാറാണ്. അങ്ങനെ സർവ്വതും സ്വീകരിക്കണം. ബക്കറ്റ് ഞാൻ കൊടുത്തുവിട്ടാൽ എല്ലാ സദസ്സിലും 100ഉം 50ഉം വെച്ചിടുന്ന നിങ്ങൾ തന്നെ ഇവിടെയും ഒരു പ്രത്യേക നെയ്യത്ത് പറഞ്ഞാൽ ആ നെയ്യത്തിന് പകരം നിങ്ങൾ പൈസ കരുതി പോക്കറ്റിൽ വെച്ചിട്ടുണ്ടാവും. അതെനിക്കറിയാം. അതിടുമ്പോഴും നിങ്ങൾ മനസ്സുകൊണ്ട് കരുതുന്നത് അള്ളാഹുവേ അത് നമ്മിൽ നിന്ന് സ്വീകരിക്കണം എന്ന നെയ്യത്തോടെയാണ്. നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്, ആരാധനകൾ അർപ്പിക്കുന്നത് എല്ലാം കരുണക്കടലാണ് പടച്ചതമ്പുരാ സ്വീകരിക്കണമെന്ന നെയ്യത്തോടുകൂടിയാണെങ്കിൽ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹു പടച്ചതമ്പുരാ മനുഷ്യരെയും ജിന്നുകളെയും ഇവിടെ പടച്ചിരിക്കുന്ന അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാ. ആ കാരുണ്യവാനായ പടച്ചതമ്പുരാനെ ഇബാദത്ത് ചെയ്യുമ്പോൾ സ്വീകരിക്കണമെന്ന് കൊതിക്കുന്നവരെ, പൈസ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഹജ്ജ് ചെയ്യുന്നവരെ, ഉംറ ചെയ്യുന്നവരെ, അതെല്ലാം അല്ലാഹു സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ അല്ലാഹു പടച്ചതമ്പുരാൻ അവന്റെ പ്രവാചകന്റെ നാവിൻതുമ്പിലൂടെ ഈ ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തതാ. നിന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നിന്റെ ഉമ്മയെ നീ വെറുപ്പിക്കാൻ പാടില്ല. നീ ചെയ്യുന്ന ദാനകർമ്മങ്ങളും നിന്റെ സ്വലത്തിയും നിന്റെ ഹജ്ജും നിന്റെ ഉംറയും നിന്റെ ദീനീ പ്രവർത്തനങ്ങൾ, നിന്റെ ദീനീ നസീഹത്തോളം നിന്റെ പോച്ചറപ്പിക്കലും നിന്റെ ഭവന പരിപാടികളല്ല കാരുണ്യവാനായ പടച്ചതമ്പുരാ സ്വീകരിക്കണമെങ്കിൽ മോനെ വേദന അനുഭവിച്ചുകൊണ്ട് നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയുണ്ട്. ഒരുപാട് പണവും പവറും ആരോഗ്യവും വരുമ്പോ വീടിന്റെ ഒരു മൂലക്കകത്ത് വേലക്കാരിയുടെ വില പോലും കൊടുക്കാൻ അഴുക്ക് സാറിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്ന ഗർഭാപാത്രത്തിന്റെ കണക്ക് പറഞ്ഞാൽ തീരാത്ത മാതാവിന്റെ മനസ്സ് വേദനിച്ചു പോയാ. 10-25 വയസ്സ് പ്രായമാവിന്റെ മലേഷ്യയിൽ പോയി, അബുദാബിയിൽ പോയി, മസ്കറ്റിൽ പോയി, ഖത്തറിൽ പോയി, കുവൈറ്റിൽ പോയി, കുറെ നോട്ട് കിട്ടിയ രാജകുമാരനായ തെരൂരിലേക്ക് ഡിപിഎൻആറിലേക്ക് പറന്നിറങ്ങിയിട്ട് നൊന്ത് പ്രസവിച്ച മാതാവിന് തെളിവിടപ്പുള്ള ബാലിക്ക് വേണ്ടി ചവിട്ടിക്കളയുന്ന ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാ കണ്ണുകൊതിച്ചുകൊണ്ട് രാത്രി സമയത്ത് കടന്നു വന്നുകൊണ്ട് വേദനെന്ന പ്രിയപ്പെട്ട ഉമ്മാടെ മുടിക്കൊപ്പിന് പിടിച്ച് ചെവരിൽ ചേർത്ത് വെച്ച് ഉപദ്രവിച്ചിട്ട് രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിക്കുന്ന നാറാണത്തെ ഭ്രാന്തന്മാരുടെ കാലഘട്ടത്തില് ഞാൻ ഈ വിഷയം പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂലാ പഠിപ്പിക്കുന്നൊരു മൗനെ ഒരു സെക്കൻഡിലെ അമാല് പോലും അല്ലാഹു സ്വീകരിക്കൂല. ഒരു സുബ്ഹാനല്ലാഹ് പോലും പടച്ചവന് വേണ്ട. തലമറച്ചുകൊണ്ട് ഈ സരസിൽ വന്നിരിക്കുന്ന ഉമ്മമാര് തബാറക്കല്ലദീ ഓതുന്ന അർറഹ്മാൻ ഓതുന്ന വാക്കിയ ഓതുന്ന യാസീൻ ഓതുന്ന ഖുർആൻ ഓതുന്ന സിക്ർ ചൊല്ലുന്ന എന്റെ പ്രിയപ്പെട്ട ബിപിഎൻആറിലെ പെണ്ണിനെ നിന്റെ ഒരു ദിക്ർ പോലും അല്ലാഹു സ്വീകരിക്കൂല. നിന്റെ ഉമ്മയോട് നീ പെണ്ണെന്നിയാ നിന്റെ ഉമ്മയോട് നീ തർക്കിച്ചാൽ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ഉമ്മയെ. ഒന്നാമത് നമ്മൾ പഠിച്ചതാ. 2, എന്തൊക്കെ അമലുകൾ ചെയ്താലും നിന്റെ ഉമ്മയെ നീ പിണക്കിയാൽ, ഉമ്മയോട് നീ തർക്കിച്ചാൽ നിന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂല. 2, ഇങ്ങനെയുള്ള ഉമ്മയെ നമ്മൾ അറിയണം. അതാണ് ഉമ്മയെ അറിയുക. അല്ലാതെ ഇതെങ്ങനെ ഉമ്മയെ അറിയാനാ? ഏതെങ്കിലും ഒരു ഫയല് പൂരിപ്പിക്കുമ്പോൾ മദർ എന്ന കോളത്തിൽ ആരിഫ ബീവി, സൈനബ ബീവി, സുബൈദ ബീവി എന്ന് എഴുതി വെക്കാനുള്ള അറിവ് പോരാ. അങ്ങനെ അറിഞ്ഞാൽ പോരാ. ഉമ്മാരെ പ്രായവും ഉമ്മാരെ നിലവാരവും ഉമ്മയുടെ കുടുംബ മഹിമയും അറിഞ്ഞാൽ പോരാ. നിന്റെ ഉമ്മയെ മക്കളാകുന്ന നീ തിരിച്ചറിയണം. ആ ബോധം നിനക്കുണ്ടാക്കണം. ആ ബോധം നിനക്കുണ്ടാക്കി തരാൻ ലോകത്ത് ഏതെങ്കിലും മീഡിയ തരംഗങ്ങൾക്ക് സാധിക്കുമോ? ഈ അടുത്ത സമയത്ത് മരണപ്പെട്ടുപോയ ഒരു സിനിമാ നടൻ, ശബ്ദഗാംഭീര്യമുള്ള പത്മശ്രീ അവാർഡ് പോലും ലഭിച്ച ഒരു സിനിമാ നടൻ. ഇപ്പൊ തന്നെ നിങ്ങൾ പരസ്പരം പറയും അയാൾ മറ്റാൾ. അതൊക്കെ ഭയങ്കര വിവരമാണല്ലോ അല്ലേ? വേറെന്തു പറഞ്ഞാലും അറിയില്ലെങ്കിലും അതൊക്കെ വലിയ വിവരമാണ്. അതിന്റെയൊക്കെ മാസികകളും വാരികകളും നിരന്തരം നമ്മുടെ വീട്ടിന്റെ അകത്തുണ്ട്. ഒരു അൽബുസ്താനുണ്ടോ, ഒരു അന്നസീമുണ്ടോ, ഒരു ഇർഫാദുണ്ടോ, ഒരു സുന്നിയഫ്കാറുണ്ടോ, ഒരു കുടുംബമുണ്ടോ, ഒരു പൂങ്കാവനമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ എന്താണ് എന്ന് തിരിച്ചു ചോദിക്കും. അതൊക്കെ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളാണ്. അതൊന്നും വായിക്കാൻ നമ്മുടെ സഹോദരങ്ങൾക്കും നേരമില്ല, സഹോദരിമാർക്കും സമയമില്ല. മറിച്ച് ഈ വിവരങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ പത്മശ്രീ അവാർഡ് കിട്ടിയ ആ സിനിമാ നടൻ ഇപ്പോ അടുത്ത സമയത്ത് മരണപ്പെട്ടുപോയി. 25 കൊല്ലമായി
25 കൊല്ലമായി തന്നെ നൊന്തു പ്രസവിച്ച അമ്മയുമായി പിണക്കത്തിലാണ്. 25 കൊല്ലവുമായി മാതാവുമായി പിണക്കത്തിലാണ്. ആ മാതാവിനോട് സ്നേഹമില്ല, ആ മാതാവിനോട് മമതയില്ല, ആ മാതാവിനോട് താല്പര്യമില്ല. തമ്മിലുടക്കി അടിച്ചു പിരിഞ്ഞിട്ടാണ് ഈ സിനിമാ നടൻ മരണപ്പെടുന്നത്. അപ്പൊ പിന്നെ സിനിമാ ലോകത്തിന് പറഞ്ഞു തരാൻ പറ്റുമോ? സിനിമാ ലോകത്തിന് പറഞ്ഞു തരാൻ പറ്റുമോ? കഴിയില്ല. ശാസ്ത്രലോകത്തിന് ഉമ്മയുടെ വില പറഞ്ഞു തരാൻ പറ്റുമോ? എത്രത്തോളം പുരോഗമിച്ചു നമ്മുടെ നാട്, എത്രത്തോളം പുരോഗമിച്ചു നമ്മുടെ നാട്. ഒരുപാട് പുരോഗമനത്തിന്റെ പടവുകളിലേക്ക് കടന്നുപോയ നമ്മുടെ നാട്. ആറ്റം ബോംബും മിസൈലും പീരങ്കിയും രക്തബാന്ധും ബീജവും മുലപ്പാലും ഹൃദയവും കരളും വരെ പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന കാലഘട്ടമല്ലേ ഇന്ന് പത്രത്തിലൂടെ വായിച്ചല്ലേ? ഗുജറാത്ത് ഭാഗത്ത് കണ്ടുപിടിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തമുണ്ടല്ലോ. ഒരു സ്ത്രീയുടെ അണ്ടമറ അടച്ചു വെച്ചിട്ട് മാറ്റിവെച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ളപ്പോ ഗർഭം ധരിക്കണമെങ്കിൽ, അവൾക്ക് താല്പര്യമുള്ളപ്പോ ഗർഭം ധരിക്കണമെങ്കിൽ അണ്ടം പണയം വെച്ചിരിക്കുന്ന ബാങ്കിൽ പോയി പറഞ്ഞാൽ മതി, അത് കൊടുക്കും. അപ്പൊ പ്രസവിക്കാം, പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കാലഘട്ടം BP അങ്ങാടിയിൽ വന്നാൽ വിവാഹം നിശ്ചയിച്ച പെൺകുട്ടികളൊക്കെ ക്യൂ ആയിരിക്കും. കാരണം എന്താ? എനിക്കിപ്പോഴേ പ്രസവിക്കണ്ട. എല്ലാവർക്കും അതല്ലേ ആഗ്രഹം. അല്ലാഹു തആല ആരോഗ്യമുള്ള മക്കളെ തരട്ടെ. ഗർഭവതിയാണെന്നറിയുമ്പോൾ നാണക്കേട് തോന്നിപ്പോകുന്ന സഹോദരങ്ങളെ, അല്ലാഹു ആരോഗ്യമുള്ള മക്കളെ നമുക്ക് തരട്ടെ. 2-3 കുഞ്ഞുങ്ങളെ ഞാൻ ഇന്ന് ഇവിടെ കണ്ടു. ഒരു കുഞ്ഞിന് സ്ഥിരബുദ്ധിയില്ല, എങ്കിലും അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, എനിക്ക് കൈ തരുന്നു, ഇങ്ങനെ കൈവച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. മുഹമ്മദ് ആദിൽ, ആ പൊന്നുമോൻ അല്ലാഹു ആരോഗ്യശേഷിയും ബുദ്ധികൂർമ്മതയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെ ദ്വാരക്കാതിരിക്കും? അവരെയൊക്കെ കാണുമ്പോൾ, ആ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ നമ്മുടെ വീട്ടിന്റെ അകത്ത് ഓടി ചാടി കളിക്കുന്ന, നമ്മളെ കാത്തിരിക്കുന്ന, നമ്മൾ ചെല്ലുമ്പോൾ കയ്യിലുള്ള മിഠായി വാങ്ങിയിട്ട് മുത്തത്തരാൻ കാത്തിരിക്കുന്ന മക്കളെ ഓർമ്മിച്ചു പോവുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്റെ പ്രിയ വിശ്വാസിനികളെ, ആ ഉമ്മയെ നമ്മൾ തിരിച്ചറിയണം. ലോകത്ത് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ശാസ്ത്രലോകത്തിന് ഉമ്മയെക്കുറിച്ച് പറഞ്ഞു തരാൻ സാധിച്ചിട്ടില്ല. ഉമ്മയുടെ സ്നേഹത്തിന്റെ ആഴവും വരപ്പും പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആ ഉമ്മയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് എവിടെയാണ്? ഖുർആനിലേക്ക് വരണം. ചവിട്ടുകൊണ്ട് മക്കളുടെ ചവിട്ടേറ്റുകൊണ്ട് പിടയുന്ന ഉമ്മമാരെ, മക്കളുടെ ആട്ടുകൂപ്പ് കേട്ടുകൊണ്ട് വീട്ടിന്റെ അകത്ത് ആർക്കും വേണ്ടാതെ ഓർക്കാണിച്ചിട്ടിരിക്കുന്ന മികച്ചതോടെ വീട്ടിന്റെ അകത്ത് ചവിട്ടിത്തേക്കുന്ന എന്റെ പ്രിയമുള്ള ഉമ്മ, മാതാവിന്റെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് ഉസ്താദുമാരെ പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസയിലേക്ക് നിന്റെ മക്കളെ പറഞ്ഞു വിടാൻ നിനക്ക് മടിയായുന്നല്ലോ. 3 വയസ്സുള്ള മക്കളെ പിടിച്ച് മടിയിലെത്തി കുങ്കുമപ്പൂവും നിന്റെ ഒടുക്കത്തെ പൂവൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നപ്പോ 2 വയസ്സുള്ള കുഞ്ഞിനെ പോലും റിയാലിറ്റി ഷോയുടെ മുമ്പക്കൊണ്ടിരുത്തിയിട്ട് തുള്ളിച്ചാടിയപ്പോ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ചെണ്ടമേളവും ശിങ്കാരിമേളവും അതുപോലെ സിനിമാ പാട്ടും വിട്ടുകൊണ്ട് കല്ലുപിടിച്ചുകൊണ്ട് ആരും പെണ്ണു എന്റെ പ്രിയമുള്ളവരെ BP അങ്ങാടിയുടെ പരിസരത്ത് നൃത്തം ചെയ്യുമ്പോ പറഞ്ഞയത്തെ തലമറിച്ച നിസ്കാരം തുടങ്ങുകയോ നിലവില്ലാത്ത വശനം കൊണ്ടുപോലും മക്കളെ കൊണ്ടുപോയി ആദ്യത്തിലെ ആ മക്കളിലെ കാലെ പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയാമേ. അതുപോലെയുള്ള പ്രിയമായ തിരുവോടുകാരാണ് ഉമ്മമാരെ. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ആ മക്കൾ കാലിൽ പിടിച്ച് വലിച്ചെറിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം നീ കാണിച്ചു കൊടുത്തതൊക്കെ അങ്ങനെയാണ്. നീ കാണിച്ചു കൊടുത്തത് എങ്ങനെയാ? 3 വയസ്സാകുന്നതിന് മുമ്പ് മക്കളെ സുരേഷ് ഗോപി എങ്ങനെ ആ പാടെ കണ്ണത്തിനടുത്ത് കുത്തി കൊടുക്കണം അല്ലേ? ഓരോ കാര്യപോലെ മക്കളെ കൊണ്ട് എന്തൊക്കെ കന്നം പിരിവുകൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു. 4 വയസ്സുള്ള പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ കണ്ടിട്ടുണ്ടോ? ആര് വാങ്ങിച്ചു തന്നതാ മോളെ? മമ്മി വാങ്ങിച്ചു തന്നതാ. കാരണം എന്താ? ലേസിന്റെ അത്ര പോലും ഇല്ല, ഇച്ചിരിയേ ഉള്ളൂ, ഒട്ടിച്ചു വെച്ചിരിക്കുക അവിടെ വയറ്റിന്റെ ഭാഗത്ത്. മമ്മി വാങ്ങിച്ചു തന്നതാ. ഇത് 4 വയസ്സായാലും 40 വയസ്സായാലും 1/2 മീറ്റർ പോലും ആ പെൺകുട്ടി പിന്നെ വസ്ത്രം കൂട്ടാൻ ഉമ്മയെ സമ്മതിക്കില്ല. അത് മതി, അതാണ് സുഖം, കാറ്റും കൊള്ളാൻ റാഹത്താ. ഇത് ഉമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടേ പള്ളിയിലെ ഉസ്താദുമാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ ഉമ്മാക്ക് അങ്ങനെ തന്നെ വരും. ഇച്ചിരി പ്രായമൊക്കെ വരുമ്പോഴാണ് ഉമ്മമാര് മക്കളുടെ സ്നേഹം കൊതിക്കുന്നത്. അന്ന് കിട്ടുന്നൊരു തിരിച്ച് ചവിട്ടായിരിക്കും. കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല ഉമ്മമാരെ.
നമ്മൾ ആ മക്കൾക്ക് ഏതാണോ പഠിപ്പിച്ചു കൊടുത്തത് അത് തന്നെയായിരിക്കും തിരിച്ച് നമ്മുടെ മക്കൾ നമുക്ക് തരുന്നത്. അതുകൊണ്ട് വേദനയോടുകൂടി ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. ഈ സമുദായത്തിന്റെ ഉമ്മമാരുടെ ശാപം തലയിൽ വെച്ചുകൊണ്ട് മക്കൾ ജീവിക്കാതിരിക്കാൻ, അങ്ങനെ ജീവിക്കുമ്പോൾ അപമാനമാണ് എന്ന് മക്കൾക്ക് തോന്നാതിരിക്കാൻ ആ രണ്ട് ബന്ധത്തിലും നല്ല വിള്ളലുകളെ നികത്തിയിട്ട് ഒരു സ്നേഹമുള്ള മനസ്സോടുകൂടി നമുക്ക് ഒരുമിക്കാം. അള്ളാഹു ഉമ്മമാരുടെ ശാപത്തെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഖുർആൻ പറയുന്ന ആദ്യ പാഠം ഉമ്മയെ അറിയിപ്പിക്കുന്നതെങ്ങനെയാണ് ഖുർആൻ. ഉമ്മയെ അറിയാൻ വന്നിരിക്കുന്നവരെ മുത്തുനബി തങ്ങളുടെ ഹദീസിലൂടെ, ഖുർആനിലൂടെ, ഇസ്ലാമിക ചരിത്ര സംഭവങ്ങളിലൂടെ ഉമ്മയുടെ വിലയറിയാൻ വന്നിരിക്കുന്നവരെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഉമ്മയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് എവിടെയാണ്? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലതുഹു കുർഹാ വവദഅതുഹു കുർഹാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിന്റെ ഉമ്മാക്ക് നീ ഗുണം ചെയ്യുക, നിന്റെ ഉമ്മാക്ക് നീ സ്നേഹം കടന്നു കൊടുക്കുക, നിന്റെ ഉമ്മയോട് നീ താല്പര്യം കാണിക്കുക, ഏറ്റവും നല്ല ബന്ധം പുലർത്തുക. എന്തേ കാരണമെന്നറിയോ? ആദ്യമായി നിന്റെ ഉമ്മയുടെ പവർ അല്ലാഹുവിന്റെ ഖുർആൻ അറിയിച്ചു തരുന്ന വാക്കെന്താ? ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നിന്റെ ഉമ്മ നിന്റെ ഗർഭം ചുമന്നത്. ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നത്. അവിടെ ആ ഭാഗത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സൈഡിലൂടെ വന്നാൽ ഈ ഭാഗത്തൊക്കെ ഇരിക്കാം. വല്ല കടലാസോ ടാർപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംഘാടകർ എത്തിച്ചു കൊടുത്താൽ. ഒരുപാട് പേര് നിലത്തിരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി സംഘാടകരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർ ചെയ്തു. ഇനി ഇതിനകത്തിന് കസേരയിടാൻ സ്ഥലമില്ല എങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് വല്ല പേപ്പറോ കടലാസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ ഇരിക്കാൻ സാധിക്കും. സൈഡിലൂടെ വന്നാൽ ഈ രണ്ടു ഭാഗത്ത് എവിടെയെങ്കിലും സ്ഥലം ഒഴിവുണ്ടെങ്കിൽ അവിടെ ഇരിക്കാം. അത് സംഘാടകർ അത് ശ്രദ്ധിച്ചിട്ട് അവരെ ഇനി സദസ്സിനെ ഒന്നുകൂടി ഞെരുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ്. അപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ കാരണം ഹമലതുഹു ഖുർആ, ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഉമ്മ ഗർഭം ചുമന്നു. അതിലേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ചു. ഈ രണ്ട് കാര്യം അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു പറയുന്നത് നിന്റെ ഉമ്മയെ അറിയാൻ. ഈ രണ്ട് കാര്യം അത്ര നിസാരമായിട്ട് നമ്മൾ കരുതണ്ട. ഇത് ഇച്ചിരി ഗൗരവമുള്ള കാര്യമാണ്. ഉമ്മമാരിപ്പോ പറയാം അങ്ങനെ പറഞ്ഞ് കേട്ടിക്കൂടെ മുസ്ലിയാരെ ഉമ്മരൊക്കെ അറിയട്ടെ അല്ലേ? അത് അറിയിക്കാൻ തന്നെയാ. ഈ രണ്ട് കാര്യം അത്ര നിസാരമായ കാര്യമല്ല. ഒന്ന് ഗർഭം ധരിക്കുക എന്നത്. ഗർഭം, നിങ്ങളുടെ വയറിങ്ങനെ വലുതായി. ഇപ്പൊ ഞാൻ തന്നെ വെള്ളം കുടിച്ച് വയറിത്തിരി ചാടിയപ്പോ നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാന്നറിയാം. ഇവിടെ വയറുള്ള ഉസ്താദന്മാരൊക്കെ കുറവാ. നല്ല എല്ലാ ഉസ്താദന്മാരും ഇപ്പം നല്ല സ്റ്റാൻഡേർഡ് ശരീരമാണ്, പഴയതുപോലെയൊന്നും അല്ല. കരോട്ടം കളരിയൊക്കെ പണ്ട് മൂലിയൊക്കെമാരെ ഞോണ്ടി പോലെ ഇരുന്ന് കയറി കൊടുക്കരുത്, ചൂണ്ട് മർമ്മത്തിൽ നിർത്തും. അതൊക്കെ ഉസ്താദന്മാരെ ഇപ്പൊ ഡിഗ്രിയോടുകൂടി കരോട്ടൊക്കെ പൂർത്തിയാക്കി വിടുക. പണ്ട് മൂലിയാക്കന്മാരൊക്കെ കയറി ചെന്ന് വരട്ടായിരുന്നു. ഇന്ന് അതൊന്നും നടക്കത്തില്ല. റൂമിൽ ചെല്ലുമ്പോൾ മര്യാദ കയറി ചെന്നില്ലെങ്കിൽ മൂസാനബി ഒറ്റ അടിക്ക് വിഭജി വർഗത്തിൽപ്പെട്ട ഒരാളെ തട്ടിക്കളഞ്ഞ. അപ്പോ എന്റെ സഹോദരങ്ങളെ, നമുക്കൊരു ഭാരം നമ്മുടെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കാൻ, ഒരു ദിവസം നടക്കാം, 2 ദിവസം നടക്കാം, വേണമെങ്കിലൊന്ന് കിടക്കാം, അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാം. ഇതങ്ങനെയല്ല. 9.5 മാസത്തോളം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു ശരീരവും വയറ്റിനകത്ത് വെച്ചുകൊണ്ട് ആ വയറ് നിറച്ച് കുഞ്ഞിനോടൊപ്പം വെള്ളമാണ് വയറ് നിറച്ച് കിണറ്റിന്റെ അകത്ത് കിടക്കുന്ന മീൻകുഞ്ഞിനെ പോലെ, തവളക്കുഞ്ഞിനെ പോലെ നമ്മുടെ ഉമ്മയുടെ ഉദരത്തിനകത്ത് ഞാനും നിങ്ങളും നീന്തി തുടിച്ചു കിടന്നു. നമ്മുടെ ശരീരത്തിന്റെ ഭാരം അതിന്